എൻ്റെ കൂട്ടുകാരൻ മരിച്ചുകൊണ്ട് അവൻ്റെ വാപ്പ കോടീശ്വരനായി. എങ്ങനെയാണെന്നറിയും? അവനാരോ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്ത് പോയതാ. പെട്ടെന്ന് ഒരു റോങ് സൈഡിൽ നിന്ന് ഒരു ബസ് വന്നിട്ട് അവൻ ഇടിച്ച് 2-3 ദിവസം ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ അവനക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അവൻ്റെ കബറടക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവൻ്റെ വാപ്പ എല്ലാ ദിവസവും വന്നിട്ട് മോൻ്റെ കബറിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കാന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ മോൻ്റെ മരണം ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് കേസായത്. കോടതി പറഞ്ഞത് ആ പയ്യൻ്റെ പ്രായം 22 വയസ്സായതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. അപ്പോൾ ആ വാപ്പ എന്ന് പറഞ്ഞത് എൻ്റെ മോൻ മരിച്ച പൈസ എനിക്ക് വേണ്ട, അത് നമുക്ക് പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 2-3 വർഷത്തിന് ശേഷം കോടതി പറഞ്ഞത് മരിച്ച പയ്യൻ്റെ വീട്ടുകാർക്ക് 50 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ്. 50 ലക്ഷം എന്ന് കേട്ടപ്പോൾ വാപ്പ ഞെട്ടി. എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 50 ലക്ഷം എൻ്റെ മോനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് വാപ്പ വിചാരിച്ച്. എന്നിട്ട് ആ പൈസ പാവപ്പെട്ട ആർക്കും കൊടുക്കാതെ വാപ്പ തന്നെ മേടിച്ച് വാപ്പ തന്നെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി. അന്ന് മുതൽ ആ മോൻ്റെ കബറിൽ വാപ്പ പോയിട്ടില്ല. പണ്ട് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിച്ചിരുന്ന വാപ്പ പൈസ കിട്ടിയതിന് ശേഷം ആ കബറിക്ക് പോയിട്ടില്ല. നിങ്ങ പറ, ആരെ ഭാഗത്താ തെറ്റ്, ആരെ ഭാഗത്താ ശരി? പൈസ കിട്ടിയതിന് ശേഷം സ്നേഹത്തിനും വരില്ല, ആര് മരിച്ചാലും ഒരു കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി. ആ സ്നേഹം എവിടെ പോയി? മോനോടുള്ള സ്നേഹമില്ലടാ. പൈസ കിട്ടിയാലോ കോടീശ്വരനായി, പിന്നെ ആ കബറിക്ക് പോയിട്ടില്ല വാപ്പ.